ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മലവെള്ളം കുത്തിയൊലിച്ച് ഒരു ഗ്രാമത്തെയാകെ തുടച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ നടുങ്ങി നിൽക്കുകയാണ് നമ്മൾ. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. മരണസംഖ്യയെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. വീടുകളുള്ള പ്രദേശമാണത്, ജനവാസ മേഖലയാണ്. ദൃശ്യങ്ങളിൽ നിന്നടക്കം ആളുകൾ കൂട്ടത്തോടെ നിലവിളിക്കുന്നതടക്കം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. PR സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുനിൽ, ഈ പ്രദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്രയും വലിയ ഒരു പ്രളയം അല്ലെങ്കിൽ മലവെള്ളം കുത്തൊലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള അലേർട്ടുകളും ഇല്ലെന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മാധ്യമങ്ങളെ കണ്ടിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, സുനിൽ? റോഷിനി, ഏതായാലും സൈന്യത്തെ കൂടി ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് 250 മുതൽ 300 വരെ ആളുകൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകുമെന്നതാണ്. അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഇത് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. 250 മുതൽ 300 വരെ ആളുകൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നത് ഈ പ്രദേശത്തെ ഒരു ഹോട്ടൽ ഉടമയെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വലിയ ദുരന്തമാണ്. ഇപ്പോൾ 4 പേരുടെ മൃതദേഹം പുറത്തെടുത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. നിരവധി പേർ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടൽ ഉടമ, നിരവധി ഹോട്ടലൊക്കെ തന്നെയുള്ള ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ് ഇത്. അപ്പോൾ ഒരു വിനോദസഞ്ചാര മേഖല കൂടിയായ ഈ പ്രദേശത്തെ ഒരു ഹോട്ടൽ ഉടമ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വളരെ ചെറിയൊരു സമയം മാത്രമേ കിട്ടിയുള്ളൂ. ഹോട്ടലിലുള്ള എല്ലാവർക്കും ഓടി രക്ഷപ്പെടാനായിട്ടില്ല. ഏതാണ്ട് 250 മുതൽ 300 ആളുകൾ വരെ ഈ ഒരു ദുരന്തത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ് എന്നൊക്കെ അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വാർത്താ ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ്. അപ്പോൾ ഈ ഒരു ധാരാലി എന്ന് പറയുന്ന ഈ വില്ലേജ്, പ്രത്യേകിച്ച് ഹിമാലയൻ താഴ്വരയിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഹിമാലയൻ മലനിരകളുടെ താഴ്വാരത്തിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമം. അപ്പോൾ ആ ഗ്രാമത്തിൽ നിരവധി ഹോട്ടലുകളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്, അപ്പോൾ നിരവധി വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകൾക്ക് മുകളിലേക്കാണ് ഇങ്ങനെയൊരു മിന്നൽ പ്രളയത്തിൽ വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഗ്രാമമാകെ തുടച്ചു നീക്കിക്കൊണ്ട് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അപ്പോൾ വലിയ ഒരു ദുരന്തമാണ്. ഒരുപാട് പേർ ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്നു. അപ്പോൾ സൈന്യത്തെ കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ധാമി വിളിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും അംഗങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സൈന്യത്തിന്റെ കൂടി ഇപ്പോൾ സഹായം ഈ രക്ഷാപ്രവർത്തനത്തിനായി തേടിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. അപ്പോൾ വലിയൊരു ദുരന്തമാണ്. 250 മുതൽ 300 ആളുകൾ വരെ ഈ ഒരു പ്രളയത്തിൽ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നത് ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ ഉടമയെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ എല്ലാവരും നൽകുന്നുണ്ട്. അപ്പോൾ വലിയ ദുരന്തമാണ്. ഇപ്പോൾ ഒരു ചെളിക്കൂമ്പാരമായി ഈ ഗ്രാമമാകെ മാറിയിരിക്കുന്നതാണ് അവിടെ നിന്ന് വരുന്ന കാഴ്ചകൾ. ഈ ആദ്യത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം എത്ര വീടുകളാണ്. 100 കണക്കിന് വീടുകളുണ്ട് ഈ ഒരു ധാരാലി വില്ലേജിൽ. അതും 3, 4, 5 നിലകളുള്ള പല തട്ടുകളിലായുള്ള വീടുകളാണ്. ഇതൊരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ ഒരുപക്ഷെ ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിരവധി ഹോട്ടലുകൾ ഉള്ള പ്രദേശമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ പെട്ടിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അപ്പോൾ 250 മുതൽ 300 വരെ ആളുകൾ ഇവിടെ ഉണ്ടാകും. ഒരുപക്ഷെ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ധാരാലി മാർക്കറ്റ്, അവിടെ ഒരു ധാരാലി മാർക്കറ്റ് കൂടി ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ. അവിടെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ദൃക്സാക്ഷി പറയുന്നത്. അപ്പോൾ മാർക്കറ്റൊക്കെ തന്നെ സജീവമായിരുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരു മാർക്കറ്റിലൊക്കെ തന്നെ സജീവമായി നിന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ ഈ ഖീർ ഗംഗയിലൂടെ വലിയൊരു വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ആളുകൾക്ക് ഓടിമാറാനും രക്ഷപ്പെടാനും ഒന്നും തന്നെ സമയം കിട്ടിയിട്ടില്ല. കാരണം ഇതൊരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓറഞ്ച് അലർട്ടാണ് ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഒരു വലിയ മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിരുന്നില്ല. പക്ഷേ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും പിന്നീടുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഖീർ ഗംഗയിലൂടെ വലിയ തോതിൽ വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും കല്ലും മണ്ണും ചെളിയും ഒക്കെ അടങ്ങിയ
തുടങ്ങിയ ഈ ഒരു വെള്ളം കുത്തിയൊലിച്ച് വരികയും ധാരാളി ഗ്രാമത്തിലൂടെ അത് ഗ്രാമത്തെ ആകെ തുടച്ചു നീക്കിക്കൊണ്ട് കടന്നു പോവുകയുമായിരുന്നു. അപ്പോൾ ഈ ആദ്യ ദൃശ്യം പരിശോധിച്ചാൽ അറിയാം, ഒരുപാട് വീടുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ കുത്തൊലിക്കിൽ ഇടിഞ്ഞ് തകർന്ന് വീഴുന്നത് നമുക്ക് കാണാം. പിന്നീട് കാണുന്ന കാഴ്ച എന്നത് ഈ ഗ്രാമമാകെ, ഈ മേഖലയാകെ ചെളി മൂടിക്കിടക്കുന്ന, വെള്ളം മൂടിക്കിടക്കുന്ന കാഴ്ചയാണ്.